വേറൊരു ഏജൻസിയുടെ കണക്ക് കൂടി വരുന്നുണ്ട്. അത് കുറച്ച് കൗതുകമുള്ളതാണ്. മൈൻഡ് ബ്രിങ്ക് എന്ന ഏജൻസിയാണ് അവിടെ ആദ്യമായി ആം ആദ്മി പാർട്ടിക്ക് കേവല ഭൂരിപക്ഷം ലഭിക്കുമെന്ന എക്സിറ്റ് പോൾ ഫലമാണ് അവർ നൽകുന്നത്. 44 മുതൽ 49 സീറ്റുകളോടെ ആം ആദ്മി പാർട്ടി ഭരണ തുടർച്ച ഉണ്ടാക്കുമെന്നാണ് അവർ പറയുന്നത്. BJP 21 മുതൽ 25 വരെ സീറ്റുകൾ BJP നേടുമെന്നാണ് മൈൻഡ് ബ്രിങ്ക് എന്ന ഏജൻസി പറയുന്നത്. അവരുടെ എക്സിറ്റ് പോൾ ഫലങ്ങൾ ഇപ്പോൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. അതാണ് ആം ആദ്മി പാർട്ടിയുടെ ഒരു കേവല ഭൂരിപക്ഷത്തെ പറ്റി പ്രവചിക്കുന്ന ഇതുവരെ വന്നതിൽ ഇതുവരെ വന്ന ഏക എക്സിറ്റ് പോൾ എന്ന് വേണമെങ്കിൽ പറയാം. ബാക്കി എക്സിറ്റ് പോളുകളൊക്കെ വ്യക്തമാക്കുന്നത് BJP ഒരു 39 മുതൽ ഒരു 47 സീറ്റുകൾ വരെ നേടാം എന്നുള്ളതാണ്. അല്ലെങ്കിൽ 28 മുതൽ 35 സീറ്റുകൾ വരെയാണ് ആം ആദ്മി പാർട്ടിക്ക് പറയുന്നത്. അപ്പോൾ ഒരു എക്സിറ്റ് പോൾ മാത്രമാണ് ആം ആദ്മി പാർട്ടി വളരെ കംഫർട്ടബിൾ മജോറിറ്റിയിൽ അധികാരത്തിലേക്ക് വരും, എന്ന് വെച്ചാൽ ഭരണ തുടർച്ച ഉണ്ടാകുമെന്ന് പറയുന്നത്. ബാക്കി എല്ലാ ഏജൻസികളുടെയും എക്സിറ്റ് പോൾ BJPക്ക് അനുകൂലമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ പറയുന്ന വ്യത്യസ്ത ഫലസൂചനകൾ, സീറ്റിലെ ഈ ഏറ്റക്കുറച്ചിലുകളൊക്കെ എക്സിറ്റ് പോളുകളുടെ കഴിഞ്ഞ കാലത്തെ പ്രത്യേകതകൾ തന്നെയാണ്. അത് ഇനിയും കൗണ്ടിംഗ് ഡേയിൽ മാത്രമേ അതിൽ എന്താണ് സംഭവിക്കുന്നത് എന്നതിൽ ഒരു വ്യക്തത ഉണ്ടാവുകയുള്ളൂ. ഈ പ്രധാനപ്പെട്ട ഏജൻസികൾ നൽകുന്ന ഫലസൂചനകളാണ് നമ്മൾ ഇതിനോടകം പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. അതിൽ വന്നതിൽ ഏതാണ്ട് ബഹുഭൂരിപക്ഷവും BJP അധികാരത്തിലേക്ക് മടങ്ങി വരും എന്നത് തന്നെയാണ്. ഇപ്പോൾ ഒരു ഏജൻസി മാത്രമാണ് ആം ആദ്മി പാർട്ടിക്ക് ഭരണ തുടർച്ച ഉണ്ടാകും എന്ന് പറയുന്നത്. ഏതാനും ചില എക്സിറ്റ് പോൾ ഫലസൂചനകൾ കൂടി വരാനുണ്ട്. നമ്മൾ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് വരും.